പ്രോബബിലിറ്റി അഥവാ സാധ്യതകളുടെ ഗണിതത്തിലെ പേസ്, മോർ പേസ് ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി അഥവാ ജ്യാമിതീയ സാധ്യതയാണ്. എന്താണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു സർക്കിളിനെ ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ഈ സർക്കിളിനെ ഞാൻ 8 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ, നമ്മൾ നോക്കാതെ ഈ സർക്കിളിൽ ഒരു കുത്തിട്ടാൽ, ഒരു ഡോട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ 8 ഉണ്ട്, 8 ഈക്വൽ പാർട്സ് ഉണ്ട്. അതിൽ 3 ഈക്വൽ പാർട്സ് അല്ലേ ഷെയ്ഡ് ചെയ്തത്. അതുകൊണ്ട് ആൻസർ എന്താണ്? പ്രോബബിലിറ്റി ഈക്വൽ ടു 3/8. ഇതൊരു ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്താണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 5/8 അല്ലേ? ക്ലിയർ ആയല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ഒരു ട്രയാങ്കിള് കൂടി, ഇത് മിഡ് പോയിന്റിലാണ് ഞാനിപ്പോൾ വരച്ചത്. ഇത് മിഡ് പോയിന്റിൽ വരക്കണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഞാൻ ഷെയ്ഡ് ചെയ്തത് ഈ ട്രയാങ്കിൾ ABEയുടെ ഉള്ളിലാണ് ഞാൻ ഷെയ്ഡ് ചെയ്തത്. നേരത്തെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ നോക്കാതെ ഈ റെക്റ്റാങ്കിളിൽ ഒരു ഇടുകയാണെങ്കിൽ ഇത് ഈ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്ത്? എ ഡോട്ട് ഈസ് പുട്ട്. ഓക്കെ, എന്തായിരിക്കും ആൻസർ? പ്രോബബിലിറ്റി ഈക്വൽ ടു, ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ ഏരിയ യൂസ് ചെയ്തുകൊണ്ടാണ്. പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD, മുകളിൽ വരിക ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, അതായത് ABE. ട്രയാങ്കിൾ ABയിൽ വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. ഈ ഏരിയക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABE ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ ABCD. ഇത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏരിയ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ഈ റെക്റ്റാങ്കിളിന്റെ പകുതി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ABE എന്താണ്? ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCD. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCDയും ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ABCDയും ക്യാൻസലായി ബാക്കിയുള്ളത് എന്താണ്? 1/2 ആണ് ബാക്കിയുള്ളത്. അതായത് പ്രോബബിലിറ്റി എന്താണ്? പകുതിയാണ്, ഹാഫ് ആണ്. ക്ലിയർ ആണല്ലോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏരിയ യൂസ് ചെയ്തുകൊണ്ടാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഞാനൊരു സ്ക്വയർ വരയ്ക്കുന്നു. ഈ സ്ക്വയറിന്റെ, ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിന്റെ
സൈഡ്സിന്റെ മിഡ് പോയിന്റുകളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വേറൊരു സ്ക്വയർ നമുക്ക് കിട്ടും. ഇത് ABCD ഒരു സ്ക്വയർ ആണ്. ഇനി ABCD EFGH മറ്റൊരു സ്ക്വയർ ആണ്. ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് സ്ക്വയർ സമചതുരം കേട്ടോ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം EFGH ഞാൻ ഷെയ്ഡ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈക്വൽ ടു ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ ABCD, മുകളിൽ ഏരിയ ഓഫ് സ്ക്വയർ EFGH. ഇനി ഈ ഏരിയ ഓഫ് സ്ക്വയർ EFGH എന്താണെന്ന് നമുക്ക് നോക്കാം. ഏരിയ ഓഫ് സ്ക്വയർ EFGH ഈക്വൽ ടു, നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് ഞാൻ AGE വരച്ചു, HF വരച്ചു. അങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് പകുതി ആയിരിക്കും. ഇത് പകുതി. ഇതും കറക്റ്റ് സെയിം ആയിരിക്കും. ഇതും സെയിം, ഇതും സെയിം. അതായത് ഈ ടോട്ടൽ സ്ക്വയറിന്റെ പകുതി ഏരിയ ആയിരിക്കും ഈ EFGH ഉണ്ടാവുക. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ EFGH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ ABCD. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആൻസർ ഏരിയ ഓഫ് സ്ക്വയർ EFGH എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ ABCD ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ABCD. നേരത്തെ ചെയ്ത പോലെ ഇത് ക്യാൻസലായി ബാക്കി എന്താണ് കിട്ടുന്നത്? ഹാഫ് ആണ് കിട്ടുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സർക്കിളിൽ കൃത്യമായി ചേർത്ത് വെച്ച ഒരു സ്ക്വയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കൃത്യമായിട്ട് ചേർത്ത് വെച്ച ഒരു സർക്കിൾ ആണുള്ളത്. ഓക്കെ, ABCD സ്ക്വയർ ആണ്. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ സർക്കിളിന്റെ ഉള്ളിലാണ് ഷെയ്ഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ആകാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ ABCD. സമചതുരം ABCD, അതേപോലെ വൃത്തം. ഈ വൃത്തത്തിനുള്ളിലാകാനുള്ള സാധ്യതയാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് A എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ ABCD ഈക്വൽ ടു A സ്ക്വയർ ആണ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്താണ്? ഇതിന്റെ ഡയമീറ്റർ, ഈ സർക്കിളിന്റെ വ്യാസം എന്തായിരിക്കും? A അല്ലേ? അങ്ങനെയാണ് ആരം, റേഡിയസ് എന്തായിരിക്കും? ആരം എന്തായിരിക്കും? A/2 അല്ലേ? ഈ സർക്കിളിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ A ആണ്. ഇതേ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് A/2. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ പരപ്പളവാണ്. വൃത്തത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? πr², π into A/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു π into A² ഡിവൈഡഡ് ബൈ 4. ക്ലിയർ ആണല്ലോ? ഈ വാല്യൂസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തത്തിന്റെ പരപ്പളവ് എന്താണ് കിട്ടിയത്? πA² ഡിവൈഡഡ് ബൈ 4
all divided by area of square ABCD. Area of square എന്താണ്? A square ആണ്. ഇനി pi A square divided by 4 into all divided by a square എന്നാണ്. A squareന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം, A squareന്റെ വിൽക്രമം എന്താണ്? 1 by A square ആണ്. 1 by A square കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ A square കട്ട് ചെയ്ത് ബാക്കി എന്താണുള്ളത്? A square കട്ട് ചെയ്ത് pi into 1 pi by 4. ആൻസർ എന്താണ്? pi by 4 ആണ് ആൻസർ. നിങ്ങളോട് ചോദിക്കുന്നു ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് കിട്ടാനുള്ള സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 minus pi by 4 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഉണ്ട്, വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു സമചതുരമുണ്ട്. ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് ഈ സമചതുരത്തിനുള്ളിലാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. ABCD ഞാനൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. എന്തായിരിക്കും പ്രോബബിലിറ്റി? ഈക്വൽ ടു ടോട്ടൽ, അതായത് ഏരിയ ഓഫ് സ്ക്വയർ ABCD divided by area of circle. സമചതുരത്തിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ വൃത്തത്തിന്റെ പരപ്പളവ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ സൈഡ് A ആണെങ്കിൽ ഈ സൈഡ് A എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ ABCD ഈക്വൽ ടു എന്താണ്? A സ്ക്വയർ അല്ലേ? സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? A സ്ക്വയർ ആണ്. നമുക്കിനി വൃത്തത്തിന്റെ പരപ്പളവാണ്. വൃത്തത്തിന്റെ ആരം എങ്ങനെയാണ്ടാവും? ഇതല്ലേ വൃത്തത്തിന്റെ ആരം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ ഞാൻ മാറ്റി വരയ്ക്കുന്നു. ഈ സൈഡ് എന്താണ്? ഈ സൈഡ് ഇത് A/2 ആണ്. ഇതെന്താണ്? A/2 ആണ്. ഇത് A/2. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആരം. ഇത് AOP എന്നായിക്കോട്ടെ. AOP. നമുക്ക് OA ആരം വേണം. ആരം എങ്ങനെ കണ്ടുപിടിക്കാം? ഇതെന്ത് ത്രികോണമാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. ഇവിടെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ച് കഴിഞ്ഞാൽ OA ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് A/2 ഹോൾ സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയർ. കർണം ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതാണ് ചെയ്തത്. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എയുടെ സ്ക്വയർ A സ്ക്വയർ ഡിവൈഡ് ബൈ 2ന്റെ സ്ക്വയർ 4 പ്ലസ് A സ്ക്വയർ A സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു ബൈ 4 അടിയിൽ A സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2A സ്ക്വയർ ബൈ 4 ഈക്വൽ ടു റൂട്ട് ഓഫ് A സ്ക്വയർ ബൈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ A സ്ക്വയർ ബൈ 2. റൂട്ട് A സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് 2. റൂട്ട് A സ്ക്വയർ എന്ന് പറഞ്ഞാൽ A ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് 2. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? പൈ R സ്ക്വയർ. R കിട്ടിയത് A/√2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു പൈ A സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ്. പൈ A സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. A/2 ഹോൾ സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയർ. എന്റെ സ്ക്വയർ A സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, എന്റെ സ്ക്വയർ A സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4. ഇനി 4 അടിയിൽ ഡിനോമിനേറ്റർ 4 ആണ്. A സ്ക്വയറും A സ്ക്വയറും ആഡ് ചെയ്യുക. A സ്ക്വയറും A സ്ക്വയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2A സ്ക്വയർ ആണ്.
2a² ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 2 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ a²/2 എന്ന് കിട്ടും. a² റൂട്ട് a² എന്ന് പറഞ്ഞാൽ a ആണ്, ബാക്കി √2 a/√2. അപ്പം പൈ a/√2 ഹോൾ സ്ക്വയർ പൈ a²/2. ഇനി ഏരിയ ഓഫ് സ്ക്വയർ ABCD നമുക്ക് എന്താണ് കിട്ടിയത്? ഏരിയ ഓഫ് സ്ക്വയർ കിട്ടിയത് a² ആണ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സർക്കിൾ എന്താണ്? പൈ a² ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി a² ഇൻറ്റു ഈ പൈ a²/2ന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എന്താണ്? 2/πa² അല്ലേ? ക്ലിയർ ആണല്ലോ. a² ഓൾ ഡിവൈഡ് ബൈനെ മാറ്റിയിട്ട് ഇൻറ്റു എന്നാക്കണമെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ അഥവാ വിൽക്രമം കൊണ്ട് ഗുണിച്ചാൽ മതി. പൈ a²/2ന്റെ വിൽക്രമം 2/πa². ഈ a² ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണുള്ളത്? 2/π. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയുടെ എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോബബിലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു ഓൾ.